ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ബിസിനസ് സ്വന്തമായിട്ട് ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മേലെ സെർച്ച് ബാറിൽ ഉദയം രജിസ്ട്രേഷൻ എന്ന് ഇതേപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സൈറ്റ്സ് ഇതേപോലെ ലോഡായിട്ട് വരും. ഇതിൽ നിങ്ങൾ ഇവിടെ ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാകും udayamregistration.gov.in. നിങ്ങൾ ലിങ്ക് ഒന്നുകൂടെ നോക്കണം. udayamregistration.gov.in എന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ഓപ്പൺ ചെയ്യുക. ഉദയം രജിസ്ട്രേഷൻ 0 കോസ്റ്റ് നോ ഫ്രീ രജിസ്ട്രേഷൻ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ടോട്ടലി ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഓപ്പൺ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു കാണാൻ പറ്റുന്നത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്യുന്നത്. സോ നിങ്ങളിവിടെ ഫോർ ന്യൂ എൻ്റർപ്രണേഴ്സ് ഹു ആർ നോട്ട് രജിസ്റ്റേർഡ് യെറ്റ് ആസ് MSME ഓർ തോസ് വിത്ത് EM എന്നുള്ള ഈ ഒരു ബട്ടൺ ഉണ്ടല്ലോ. ഈ ഒരു ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ ഒരു പേജിലോട്ട് റീഡയറക്റ്റ് ആവും. ഇവിടെ നിങ്ങൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കേണ്ടതാണ്. അതേപോലെ ആധാറിലുള്ള അതേ സെയിം നെയിം അത് അടിച്ചു കൊടുക്കേണ്ടതാണ്. സോ ഇവിടെ ഫസ്റ്റത്തെ ഫീൽഡിൽ ഞാനിവിടെ എൻ്റെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. അതേപോലെ രണ്ടാമത്തെ ഫീൽഡിൽ ആധാറിൽ എങ്ങനെയാണോ നെയിം ആ ഒരു രൂപത്തിൽ തന്നെ നെയിമും അടിച്ചു കൊടുക്കുകയാണ്. പേരും ആധാർ നമ്പറും അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ വാലിഡേറ്റ് ആൻഡ് ജനറേറ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യേണ്ടതാണ്. ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു 6 അക്ക OTP നമ്പർ വരുന്നതായിരിക്കും. ആ ഒരു OTP നിങ്ങൾ തെറ്റാതെ തന്നെ ഈ ഒരു OTP അടിക്കാനുള്ള ഈ ഒരു ബോക്സിൽ അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ താഴെ കാണുന്ന വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും യുവർ ആധാർ ഹാസ് ബീൻ സക്സസ്ഫുള്ളി വെരിഫൈഡ്, യു ക്യാൻ കണ്ടിന്യൂ ടു ഉദയം രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്നുള്ള പറഞ്ഞിട്ടുള്ളൊരു ഗ്രീനായിട്ട് നിങ്ങൾക്കൊരു എഴുത്ത് കാണാനായിട്ട് പറ്റും. അതിനടിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പാൻ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഓർഗനൈസേഷൻ സെലക്ട് ചെയ്യാൻ പറയും. അതേപോലെ പാൻ നമ്പറും സെലക്ട് ചെയ്യാനായിട്ട് പറയും, അടിച്ചു കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ ഇവിടെ ഞാൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർട്ടി എന്നുള്ള ആ ഒരു ബട്ടൺ, ഓക്കെ, ആ ഒരു ഓപ്ഷനിൽ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ സെൽഫായിട്ടാണ് ഈ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ പാർട്ട്നേഴ്സൊന്നും ഇല്ലാതെ സെൽഫായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് കൊടുക്കേണ്ടതാണ് പ്രോപ്പർട്ടി എന്നുള്ള ഈ ഒരു ബട്ടൺ. ഓക്കെ, ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എൻ്റർ പാൻ നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ പാൻ കാർഡിലുള്ള നമ്പർ നിങ്ങളിവിടെ തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ഒരു ചെക്ക് ബോക്സ് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു ചെക്ക് ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം പാൻ വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ പ്രസ് ചെയ്ത സമയത്ത് ഇവിടെ എൻ്റെ പാൻ കാർഡ് നമ്പർ ചെറിയൊരു തെറ്റുള്ളത് കാരണം അതിവിടെ കാണിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ആധാറും പാനും തമ്മിലൊരു ലിങ്ക് ഉണ്ട്. ആ ഒരു നമ്പർ അവർ മാച്ച് ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു അക്ക തെറ്റുണ്ടായിരുന്നു, അത് ഞാൻ എന്തായാലും മാറ്റി കൊടുത്തതിന് ശേഷം പാൻ വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തപ്പോൾ ഇവിടെ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട് യുവർ പാൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു അടിയിലായിട്ട് കാണുന്ന നീല കളറിലുള്ള കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബട്ടണ് പ്രസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു പേജ് ആയിരിക്കും ലോഡായിട്ട് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട് ഡു യു ഹാവ് GST. അപ്പോൾ GST ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിനാണ് നിങ്ങൾക്ക് GSTൻ്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിൽ എക്സ്റ്റംപ്റ്റഡ് എന്ന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എക്സ്റ്റംപ്റ്റഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫസ്റ്റിൽ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. പിന്നെ നിങ്ങളോട് ഇവിടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ തെറ്റാതെ തന്നെ നിങ്ങൾ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതാണ്. മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം ഇമെയിൽ എന്നുള്ളിടത്ത് നിങ്ങളുടെ ഒഫീഷ്യൽ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാറ്റഗറി ഓഫ് ഓണേഴ്സ് എന്നിട്ട് കുറച്ച് ഒരു ലിസ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ അടിയിലോട്ട് വരിക. ഇവിടെ നിങ്ങളോട് സോഷ്യൽ കാറ്റഗറിയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് ജനറൽ എന്നാണ്. നിങ്ങൾക്കും അത് തന്നെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെൻഡർ എന്ന് കാണാൻ പറ്റും. ഇവിടെ ജെൻഡർ നിങ്ങളുടെ മെയിലാണെങ്കിൽ മെയിൽ, ഫീമെയിലാണ് ഫീമെയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒന്ന് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ജെൻഡർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളിവിടെ സ്പെഷ്യലി ഏബിൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും അംഗവൈകല്യമോ അതേപോലെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോ എന്ന് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് യെസ് എന്ന് കൊടുക്കാവുന്നതാണ്.
പിന്നെ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റും നെയിം ഓഫ് എൻ്റർപ്രൈസ് എന്ന്. ഓക്കെ, ഇവിടെ നിങ്ങളുടെ ഒരു ബിസിനസ്സിന് എന്താണോ പേരിടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പേരാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ പേരാണ് ഈ ഒരു ബിസിനസ്സിൽ കൊടുക്കുന്നത്. എൻ്റെ ബിസിനസ്സിൻ്റെ പേര് ഞാൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ തന്നെ പ്ലാന്റ് ഓർ യൂണിറ്റ് നെയിം എന്ന്. അതോ നിങ്ങൾക്ക് അതിന് അണ്ടറിൽ വേറെ യൂണിറ്റ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ യൂണിറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു നിങ്ങളുടെ കമ്പനിയിൽ വെച്ച് തന്നെ ഒരു യൂണിറ്റിന് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അതിലായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ആഡ് ചെയ്തൊരു പ്ലാന്റ് ആഡ് ചെയ്തല്ലോ. സോ ഈ ഒരു പ്ലാനിൻ്റെ ഫുൾ ലൊക്കേഷൻ നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. സോ നിങ്ങളുടെ ലൊക്കേഷൻ ഇവിടെ തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ഒരു അടിയിൽ കാണുന്ന ആഡ് പ്ലാന്റ് എന്നുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്യേണ്ടതാണ്. സോ ഞാനിവിടെ ആ ഒരു ആഡ് പ്ലാന്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് ഇവിടെ എൻ്റെ അഡ്രസ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിലായിട്ട് ഒഫീഷ്യൽ അഡ്രസ്സ് ഓഫ് എൻ്റർപ്രൈസ് എന്നുള്ളിടത്ത് നിങ്ങളുടെ ഒഫീഷ്യൽ ബിസിനസ്സിൻ്റെ അഡ്രസ്സ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. സോ ഞാൻ ആ ഒരു അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കൂടി നിങ്ങൾ മാപ്പിൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് അടുത്ത് വരുന്ന ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. സോ അതും കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ ഇവിടെ അതിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഓർ രജിസ്ട്രേഷൻ എന്നിട്ടുള്ളൊരു സംഭവം കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾ എന്താണ് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ബിസിനസ് എന്നാണോ രജിസ്റ്റർ ചെയ്യുന്നത് ആ ഒരു ഡേറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇന്നാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഡേറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഇന്നലത്തെ ഡേറ്റ് മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ നിങ്ങളിപ്പോൾ എക്സാമ്പിളായിട്ട് ഇന്ന് 25-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ 25 രജിസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24 കൊടുക്കാൻ പറ്റുന്നത്. സോ നിങ്ങൾ അതന്നെ കൊടുക്കുക. പിന്നെ അവിടെ രണ്ടാമതായിട്ട് ചോദിക്കുന്നത് വെദർ പ്രൊഡക്ഷൻ ഓർ ബിസിനസ് കൊമേഴ്സ്. നമ്മളിപ്പോൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അതായത് പ്രൊഡക്ഷൻ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് യെസ് ആണെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. പിന്നെ അതേപോലെ ഡേറ്റ് കോംസെൻ്റ് എന്നുള്ളിടത്ത് നിങ്ങളതേപോലെ തന്നെ ഡേറ്റ് ഈ ഒരു ഫ്യൂച്ചറിൽ അതേപോലെ പ്രസൻറ്റും ഡേറ്റും കൊടുക്കാൻ പറ്റത്തില്ല. പാസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആണ് 16-ാമത്തായി കൊടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൻ്റെ നെയിം എന്താണോ വെച്ചാൽ ആ നെയിം കൊടുക്കുക. ഇപ്പോൾ പലർക്കും വലിയ ബാങ്കായിരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതേപോലെ കുറേ ബാങ്ക്സ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ IFSC കോഡ് കൊടുക്കുക. പിന്നെ നിങ്ങൾ മൂന്നാമതായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൂടെ കൊടുക്കുക. അതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മളോട് മേജർ ആക്ടിവിറ്റി ഓഫ് യൂണിറ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. സോ നമ്മുടെ ബിസിനസ് എന്തിൻ്റെ ബേസിലാണോ എന്നാണ് ചോദിക്കുന്നത്. സോ ഞാനിവിടെ മാനുഫാക്ചറിങ് ആണെങ്കിൽ നിങ്ങൾക്ക് മാനുഫാക്ചറിങ് കൊടുക്കാം, അല്ലെങ്കിൽ സർവീസ് ആണെങ്കിൽ സർവീസസ് എന്ന് കൊടുക്കാം. ഞാനിവിടെ സർവീസസ് ആണ് കൊടുക്കുന്നത്. സർവീസസ് ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ടാണോ അതോ വ്യാപാരമല്ലാതെയാണോ എന്നാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ അതിന് ഏതാണോ എന്ന് വെച്ചാൽ നിങ്ങളെ കൊടുക്കുക. ഞാൻ എന്തായാലും ഇവിടെ നോൺ ട്രേഡിംഗ് എന്നാണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഇവിടെ 18-ാമതായിട്ട് നാഷണൽ ഇൻഡസ്ട്രി ക്ലാസിഫിക്കേഷൻ കോഡ് ഫോർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാൻ പറ്റും. സോ ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു ബിസിനസ്സിനും അതിനായിട്ട് ഒരു കോഡുണ്ട്. ആ ഒരു കോഡ് നിങ്ങളിവിടെ അടിച്ചു കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ കോഡ് ഓക്കെ അത് ഞാനിവിടെ നിന്ന് സെർച്ച് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് എന്താണ് കോഡ് നിങ്ങൾക്ക് അറിയിട്ടുണ്ടാവില്ല. സോ നിങ്ങളുടെ ബിസിനസ് മാത്രം ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് തന്നെ ഇവിടെ ഡ്രോപ്പ് ഡൗണിന് നിങ്ങൾക്ക് കോഡ് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇടയിൽ എല്ലാ ഓപ്ഷൻസും ഫില്ലാവും. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കോഡിൻ്റെ അടിച്ചു കൊടുത്തപ്പോൾ എനിക്കിവിടെ കോഡ് ഇത് എന്താ പറയുക കോഡ് കിട്ടിയിട്ടുണ്ട്. സോ ഞാൻ ഒരു കോഡ് ഇവിടെ അടിച്ചു കൊടുത്തു. ആ ഒരു കോഡ് അടിച്ചു കൊടുത്തപ്പോൾ അടിയിലുള്ള ബോക്സ് ഉണ്ടല്ലോ NIC 2 ഡിജിറ്റ് കോഡ്, 4 ഡിജിറ്റ് കോഡ്, 5 ഡിജിറ്റ് കോഡ്, ഈ ഒരു സംഭവങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഫുള്ളായിട്ടുണ്ട്. സോ ഇതെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ ആഡ് ആക്ടിവിറ്റി എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. അതേപോലെ നിങ്ങൾ നമ്പർ ഓഫ് പേഴ്സൺസ് എംപ്ലോയിഡ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഇവിടെ നിങ്ങൾ എത്ര മെയിൽ എംപ്ലോയീസ് നിങ്ങളുടെ കമ്പനിയിലുണ്ട് എന്നാണ് ചോദിക്കുന്നത്. സോ നിങ്ങൾ ഫസ്റ്റിൽ ഒരു സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മിനിമം ഒരു 10-ന് താഴെ വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് GST അതേപോലെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആവശ്യം ആയിട്ട് വരും. സോ ഞാനിവിടെ എൻ്റെ കമ്പനിയിൽ എത്ര മെയിൽ ഉണ്ട്, അതേപോലെ ഫീമെയിൽ എത്ര ആളുകളുണ്ട്, അതേപോലെ അതേഴ്സ് എത്ര എല്ലാം നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ലാസ്റ്റിലോട്ടാണ് പിന്നെ പോകുന്നത്. എല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ അതെല്ലാം സെലക്ട് ചെയ്തതിന് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് ഡൗൺ ദി വാല്യൂ എന്ന് കാണാൻ പറ്റും. ABC എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫസ്റ്റിൽ എന്താണ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ പ്രീവിയസ് ആയിട്ട് എന്തൊക്കെ ഏൺ ചെയ്തു എന്നൊക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. സോ നിങ്ങളിപ്പോൾ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമല്ലോ, അപ്പോൾ നിങ്ങൾ വാല്യൂ 0 എന്ന് കൊടുത്താൽ മതി. അതേപോലെ Bയിലും 0 തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ടോട്ടൽ ടേൺ ഓവർ എന്ന് കാണാൻ പറ്റും. അവിടെയും നിങ്ങൾക്ക് 0 തന്നെ കൊടുക്കാം. കാരണം നമ്മൾ ഒരു പുതിയ ബിസിനസ്സാണ്. സോ നമ്മൾക്ക് അതിൻ്റെ പുതിയൊരു
ബിസിനസ് ആകുമ്പോൾ നമുക്ക് ടേൺ ഓവർ ഒന്നും കിട്ടാനായിട്ടില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുന്നുണ്ട് ആർ യു ഇൻട്രസ്റ്റ് ഇൻ രജിസ്റ്റേർഡ് വിത്ത് ഗവൺമെൻറ് മാർക്കറ്റ്, അത് നോ കൊടുക്കുകയാണ്. അതേപോലെ നിങ്ങളിവിടെ കാണുന്ന എല്ലാ ഓപ്ഷൻസും നോ തന്നെ കൊടുക്കേണ്ടതാണ്. നിങ്ങൾക്ക് അത് വായിച്ച് നോക്കിയിട്ട് ആവശ്യമുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എസ് എന്ന് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ അവൈലിംഗ് ഫ്രീ .in ഡൊമൈൻ ആൻഡ് എ ബിസിനസ് ഇമെയിൽ ID. ഇവിടെ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റും ഗവൺമെൻറ് ഫ്രീ ആയിട്ട് ഫസ്റ്റ് ഇയറിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് .in ഡൊമൈനും അതേപോലെ ഒരു ബിസിനസ് ഇമെയിൽ IDയും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് കൊടുക്കാവുന്നതാണ്. സോ ഞാൻ തൽക്കാലം അത് നോ തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ ലാസ്റ്റായിട്ട് ഹിയർ ബൈ ഐ ഡിക്ലെയർ ദാറ്റ് ഇൻഫർമേഷൻ ഗിവൺ എബോവ് ആർ ട്രൂ ഓഫ് ബെസ്റ്റ് ഓഫ് മൈ നോളേജ് എന്നുള്ള ഈ ഒരു ചെക്ക് ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ആൻഡ് ഗെറ്റ് ഫൈനൽ OTP എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൊടുത്ത നമ്പറിലോട്ട്, ഇപ്പോൾ നിങ്ങളിവിടെ ഒരു നമ്പർ മേലെ കൊടുത്തായിരുന്നു, ആ ഒരു നമ്പറിലോട്ട് നിങ്ങൾക്കൊരു OTP വരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ആ ഒരു സബ്മിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഒന്നും കൂടെ ചോദിക്കുകയാണ് ആർ യു ഷുവർ ഹാവ് എൻറ്റർഡ് കറക്റ്റ് ഡാറ്റ, പ്ലീസ് ചെക്ക് യുവർ മൊബൈൽ നമ്പർ ഈസ് കറക്റ്റ്. ഓക്കെ, നമ്മൾ നമ്മുടെ ഡാറ്റ ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യണം ഇതൊരു കറക്റ്റ് ഡാറ്റയാണോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പ്രൊസീഡ് പ്രസ് ചെയ്യാവൂ. സോ ഞാനിവിടെ എൻ്റെ ഡാറ്റ കൺഫേം ചെയ്തു, എന്നിട്ട് ഞാൻ ഓക്കെ എന്നുള്ള ഒരു ബട്ടൺ പ്രസ് ചെയ്തു. ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തതോടുകൂടി എൻ്റെ ഈ ഒരു നമ്പറിലോട്ട് ഒരു OTP കോഡ് അവർ അയച്ചിട്ടുണ്ട്. ആ ഒരു OTP കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ഒരു OTP കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു ക്യാപ്ച അവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ക്യാപ്ച നിങ്ങൾ തെറ്റാതെ തന്നെ അവിടെ അടിച്ചു കൊടുക്കേണ്ടതാണ്. ക്യാപ്ച അടിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫൈനൽ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ആ ഒരു ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യുക. ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ അവർ ചോദിക്കുകയാണ് ആർ യു ഷുവർ ഹാവ് എൻറ്റേർഡ് കറക്റ്റ് ഡാറ്റ, ആഫ്റ്റർ സബ്മിറ്റ് യു വിൽ നോട്ട് ഏബിൾ ടു ചേഞ്ച് ഡാറ്റ. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഡാറ്റ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവർ എടുത്ത് പറയുന്നത്. സോ നമ്മളത് ഓക്കെ എന്ന് പ്രസ് ചെയ്യുകയാണ്. ഓക്കെ എന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് കൺഫേം ചെയ്യണം ഡാറ്റ ഒക്കെ. നമ്മൾ കൺഫേം ചെയ്തതോടുകൂടി നമ്മുടെ ഉദയം രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്നാണ് പറയുന്നത്. സോ നമ്മുടെ രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾക്ക് നമ്മുടെ പേരിൽ ഒരു ബിസിനസ് രജിസ്റ്റർ ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ രജിസ്റ്റർഡ് നമ്പറാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഉദയം എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ആ നമ്പർ വരുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. ജസ്റ്റ് അത് എവിടെയെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ സേവ് ചെയ്തോ വെക്കുക. എന്നിട്ട് നിങ്ങൾ ഓക്കെ എന്ന് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജിലോട്ടായിരിക്കും പോവുക. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ഉദയം രജിസ്ട്രേഷൻ പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് നിങ്ങൾ ഈ ഒരു പേജ് പ്രിൻറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു ടൂളായതുകൊണ്ട് തന്നെ നിങ്ങളത് സേവ് ചെയ്ത് വെക്കാൻ പ്രത്യേകം സൂക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾക്കിവിടെ മേലെയായിട്ട് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഈ ഒരു രജിസ്ട്രേഷൻ പ്രൂഫ് വേണമല്ലോ, സർട്ടിഫിക്കറ്റ്. സോ നിങ്ങൾ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണിൽ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മേലെ പോയി കഴിഞ്ഞാൽ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കാണാൻ പറ്റും. ഓക്കെ, ലോഗിൻ എന്ന് പറഞ്ഞിട്ട് സോ അവിടെ നിങ്ങൾക്ക് ഉദയം ലോഗിൻ എന്നുള്ള ഓഫീസ് ലോഗിൻ അല്ല, ഉദയം ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ നിങ്ങളുടെ ഉദയം രജിസ്ട്രേഷൻ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഉദയം രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ എൻ്റർ മൊബൈൽ നമ്പർ എന്ന് പറയാൻ പറ്റും. ആ ഒരു മൊബൈൽ നമ്പറും കൂടെ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ OTP കോഡ് മൊബൈലിലോട്ടാണോ ഇമെയിലിലോട്ടാണോ വേണ്ടതെന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം OTP നിങ്ങളുടെ ഇമെയിലിലോട്ടും മൊബൈൽ നമ്പറിലോട്ടും വരുന്നതാണ്. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു OTP എടുത്തിട്ട് അവിടെ അടിച്ചു കൊടുക്കുക. മൊബൈൽ നമ്പറിലോട്ടും വരും, മെയിലിലോട്ടും വരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഓപ്ഷനിൽ വന്ന OTP എടുത്തിട്ട് നിങ്ങൾക്ക് അത് ഇവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. ആ ഒരു OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാലിഡേറ്റ് OTP ആൻഡ് ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യാവുന്നതാണ്. ആ ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നേരെ നിങ്ങളുടെ പ്രൂഫിലോട്ട് കാണാൻ പറ്റും, പ്രൂഫിലോട്ട് പോകും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാകും നമ്മുടെ രജിസ്ട്രേഷൻ പ്രൂഫാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് മേലായിട്ട് പ്രിൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് കാണാൻ പറ്റും. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും പ്രിൻ്റ് എന്ന് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് PDF ആയിട്ട് സേവ് ചെയ്യാവുന്നതാണ്. അതാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഷോപ്പിലൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ഫോം പ്രിൻറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റായി എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. സോ ഇത്രയുള്ള ബേസിക്കലി നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കൂടുതൽ ആളുകൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതേപോലെ സോ കാണുന്ന ബെൽ ബട്ടൺ ഓൺ ആക്കി വെച്ചാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇതുവരെ കിട്ടുകയുള്ളൂ, അപ്പോൾ കിട്ടുകയുള്ളൂ. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്നാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് പേഴ്സണലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ
ഇൻസ്റ്റഗ്രാമിൻ്റെ കോൺടാക്ട് ലിങ്ക് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഗൈസ്.